ഹരേ രാമ ഹരേ കൃഷ്ണ. അളവില്ലാത്ത സമ്പത്തിന്റെ അധിപനാകും. ജീവിതം വേറെ വഴിത്തിരിവിലേക്ക്. തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരത്തിനായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അപകട സാധ്യത ഉള്ളതിനാൽ പദ്ധതികളിൽ പണം നിക്ഷേപിക്കരുത്. നഷ്ടം സംഭവിച്ചേക്കും. ഈ രണ്ട് രാശിയിലുള്ളവർക്ക് പ്രണയ ജീവിതത്തിൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ മൂലം വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരും. ഒപ്പം തെറ്റിദ്ധാരണയും വളർന്നേക്കാം. എന്നാൽ ഇവരുടെ പ്രണയബന്ധം കുടുംബാംഗങ്ങൾ അംഗീകരിക്കുകയും വിവാഹത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതാണ്. 12 രാശിക്കാർക്കും ഈ ആഴ്ച വന്നു ചേരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ. മേട രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ജോലിത്തിരക്ക് വളരെയധികം ഉണ്ടാകും. ഇത് മൂലം കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നേക്കാം. ഈ സമയം ആരോഗ്യം വളരെയധികം മോശമാകുവാനും ഇടയുണ്ട്. ജോലിക്കാരായ സ്ത്രീകൾക്ക് ഈ ആഴ്ച വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് എതിരാളികളിൽ നിന്നും കടുത്ത മത്സരം നേരിടേണ്ടി വരും. വിദേശത്ത് ബിസിനസ് അല്ലെങ്കിൽ ജോലി എന്നിവയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും വന്നുചേരും. പ്രണയ കാര്യങ്ങളിൽ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെയധികം കുഴപ്പത്തിലാക്കിയേക്കും. മേടരാശിയിലുള്ള ആളുകൾ നിങ്ങളുടെ പങ്കാളിയുടെ ആഗ്രഹങ്ങൾ അവഗണിക്കാതിരിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബകലഹം വന്നു ചേരുവാൻ ഇടയുണ്ടാകും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക, മുക്കാൽ. രോഹിണി, മകയിരം, ആദ്യ പകുതി. ബിസിനസ് രംഗത്ത് വളരെയധികം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും നിങ്ങൾക്ക്. വളരെ നാളുകളായി ഒരു ജോലി കിട്ടാൻ പ്രയത്നിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരത്തിനായി ഇനിയും കാത്തിരിക്കേണ്ട സമയമാണ്. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. വസ്തു സംബന്ധമായി നിലനിൽക്കുന്ന തർക്കങ്ങളിൽ എതിരാളി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. ഈ ആഴ്ച നിങ്ങൾക്ക് ചില യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. യാത്രാവേളയിൽ നിങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായുള്ള ഏകോപനം വളരെയധികം സന്തോഷകരമായി നിലനിർത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ കഠിനാധ്വാനം വളരെയധികം കൂടിയേ തീരൂ. ഒരു സ്ത്രീ സുഹൃത്തിൻ്റെ സഹായത്താൽ പ്രണയ ജീവിതത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ നീങ്ങുന്നതാണ്. എന്നാൽ പരസ്പര വിശ്വാസം വീണ്ടെടുക്കുവാൻ വളരെയധികം സമയമെടുത്തേക്കും. ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളിൽ ഇണയുടെ ആരോഗ്യം വളരെയധികം മോശമാകുവാൻ ഇടയുണ്ട്. മുൻകരുതൽ എടുക്കുന്നത് വളരെയധികം ജീവിതത്തിൽ ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം, ആദ്യ പകുതി. തിരുവാതിര, പുണർദം, മുക്കാൽ. മിഥുന രാശിക്കാരെ ഭാഗ്യം പിന്തുണയ്ക്കുന്ന വാരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ഒരു വലിയ ജോലി പൂർത്തീകരിക്കുവാൻ സാധിക്കും. അധികാരികളിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതാണ്. ഭൂമി തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും. മത്സരങ്ങൾക്കും പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് നല്ല ശുഭ വാർത്ത വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ നേട്ടങ്ങൾ മൂലം നിങ്ങളുടെ ഗൃഹത്തിൽ വളരെയധികം സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും. ബിസിനസ്സിലെ മുൻ സാമ്പത്തിക ഇടപാടുകൾ തീർപ്പാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധന നിക്ഷേപകർ വളരെ ജാഗ്രതയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. നിങ്ങളുടെ നേട്ടങ്ങളിൽ അസൂയയുള്ള ജോലിസ്ഥലത്തെ ആളുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പങ്കാളിത്തത്തോടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഉചിതം. പ്രണയ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം, കാൽ. പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് ഇത് വളരെ അനുകൂലമായ ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ചില മികച്ച വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും.
എന്നാൽ അപകട സാധ്യതയുള്ള പദ്ധതികളിൽ പണ നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കേണ്ടതാണ്. ജോലിക്കാർക്ക് വളരെയധികം ഗുണകരമായ ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചേക്കും. സഹപ്രവർത്തകരിൽ നിന്ന് വളരെയധികം അഭിനന്ദനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. വസ്തുസംബന്ധമായ ഇടപാടുകളിൽ നിന്ന് വളരെയധികം ലാഭം വന്നു ചേരുന്നതാണ്. മുതിർന്ന ആളുകളോടും കൂടെ ആലോചിച്ച് വേണം വീട്ടിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ. വിദേശത്ത് തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ആഴ്ചയുടെ അവസാനം സുഹൃത്തുക്കളുമായ കുടുംബാംഗങ്ങളുമായ ഒരു യാത്ര പോകുവാൻ ഇടയുണ്ട്. സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ഒരു ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. ആരോഗ്യം സാധാരണ നിലയിൽ തന്നെ തുടരുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വളരെയധികം അലട്ടുവാൻ ഇടയുണ്ട്. മോശം ആരോഗ്യം ജോലിയെ ബാധിക്കുവാനും ഇടയുണ്ട്. നിങ്ങൾക്ക് ലാഭമുണ്ടാക്കുവാൻ വളരെയധികം സാധ്യതകൾ വന്നുചേരും. ഒരു മികച്ച അവസരം നഷ്ടമായതിൻ്റെ നിരാശയും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിസ്ഥലത്ത് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പേരിനെ കളങ്കപ്പെടുത്തുവാൻ പലരും ശ്രമിച്ചേക്കാം. പ്രണയബന്ധത്തിൽ വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുവാൻ പങ്കാളിയുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടത്ര പരിഗണന നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി. കന്നി രാശിക്കാർക്ക് വളരെയധികം ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ നിന്നും വളരെയധികം ആദരവ് ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് മുതിർന്ന ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയെ പ്രശംസിക്കും. പുതിയ പ്രൊജക്റ്റിന്റെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുകയോ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയോ ചെയ്തേക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. ഓഹരി വിപണിയിൽ നിന്ന് നേട്ടത്തിന് സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ വളരെയധികം സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരിക്കും ഈ വരുന്ന ആഴ്ച വന്നു ചേരുന്നത്. ജോലി മാറാൻ ശ്രമം നടത്തിയ ആളുകൾക്ക് ആഴ്ച അവസാനത്തോടെ ആഗ്രഹിച്ച അവസരം വന്നു ചേരും. പ്രണയ പങ്കാളിയിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര ആദ്യ പകുതി, ചോതി വിശാഖം മുക്കാൽ. തുലാം രാശിക്കാർക്ക് ഇത് തിരക്കേറിയ ആഴ്ചയായിരിക്കും സമ്മാനിക്കുന്നത്. ചില തർക്ക സാഹചര്യം മൂലം കോടതിയെ സമീപിക്കേണ്ടതായി വരും. ഒരുപക്ഷെ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കുവാനുള്ള ശ്രമം നടക്കുവാനും സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ മൂലം മാനസിക ക്ലേശം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ സംസാരത്തിൽ സൗമ്യത നിലനിർത്തുവാൻ ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്തെ ചെറിയ പ്രശ്നങ്ങൾ അവഗണിക്കുന്നതാണ് നല്ലത്. തൊഴിൽ സംബന്ധമായ യാത്ര വേണ്ടി വന്നേക്കാം. എന്നാൽ ഇത് പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകിയെന്നു വരില്ല. ആരോടെങ്കിലും പ്രണയം തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് നല്ല ഒരു അവസരത്തിനായി കുറച്ചുകൂടി കാത്തിരിക്കുന്നതാണ് നല്ലത്. മറ്റ് ബന്ധങ്ങളെല്ലാം കൂടുതൽ ദൃഢമായി തുടരുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം കാൽ, അനിഴം തൃക്കേട്ട. ആഴ്ചയുടെ തുടക്കം സുഖകരമാണെങ്കിലും രണ്ടാം പകുതിയിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മുൻകാല പരിശ്രമങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോലി, വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില നല്ല വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിസിനസ് യാത്രകൾ ആഗ്രഹിച്ച ഫലം നൽകുന്നതാണ്. ഭൂമി, കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സ്വാധീനമുള്ള വ്യക്തിയുടെ സഹായത്താൽ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം താല്പര്യം കുറയുന്നതാണ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ
നന്നായി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. തൊഴിൽ രംഗത്തെ എതിരാളികൾ നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ വരുത്തുവാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. വീട്ടിൽ പ്രായമായ ഒരു വ്യക്തിയുടെ ആരോഗ്യം വളരെയധികം മോശമാകുവാൻ ഇടയുണ്ട്. മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ മൂലം പ്രണയ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. വഴക്കുകൾ സമാധാന സംഭാഷണത്തിലൂടെ പരിഹരിക്കേണ്ടതുണ്ട്. ദാമ്പത്യ പങ്കാളിയുമായി യാത്രയ്ക്കും സാധ്യത വന്നു ചേരുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽ. നിങ്ങളുടെ സമയവും ഊർജവും ശരിയായി വിനിയോഗിച്ചാൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭവും വിജയവും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ തൊഴിൽ സംബന്ധമായി നടത്തുന്ന യാത്ര പ്രതീക്ഷിച്ച നേട്ടം കൊണ്ടുവരുന്നതാണ്. സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളുടെ ബന്ധം സ്ഥാപിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇവരുടെ സഹായത്തോടെ ലാഭകരമായ പദ്ധതികളിൽ ഭാഗമാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിക്കാരായ സ്ത്രീകൾക്ക് വലിയ നേട്ടങ്ങൾക്കും സാധ്യത വന്നു ചേരും. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുവാൻ ഇടയുണ്ട്. അവിവാഹിതർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. പ്രണയജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ബന്ധം ഇരു കുടുംബങ്ങളും അംഗീകരിക്കുകയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം ആദ്യ മുക്കാൽ, തിരുവോണം അവിട്ടം ആദ്യ പകുതി. മകരം രാശിക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വളരെയധികം പരിശ്രമിക്കേണ്ടി വരും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി വളരെയധികം തിരക്കേറിയ വാരമായിരിക്കും വന്നെത്തിയിരിക്കുന്നത്. പെട്ടെന്നുള്ള വലിയ ചെലവുകൾ നിങ്ങളുടെ സാമ്പത്തിക നിലയെ വളരെയധികം ബാധിക്കുന്നതാണ്. വീട്ടിലെ പ്രായമായ ഒരാളുടെ മോശം ആരോഗ്യം മൂലം നിങ്ങൾ അസ്വസ്ഥരായി കാണപ്പെടും. തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ജോലിസ്ഥലത്ത് വന്നു ചേരുന്ന പ്രശ്നങ്ങൾ രമ്യതയിൽ പറഞ്ഞു തീർക്കുക. പ്രണയ പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണ ബന്ധത്തെ തന്നെ ബാധിച്ചേക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമാധാന സംഭാഷണത്തിലൂടെ പരിഹരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം ആദ്യ പകുതി, ചതയം പോരുരുട്ടാതി മുക്കാൽ. കുംഭരാശിക്കാർക്ക് അലസത ഒഴിവാക്കി വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈഗോ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ പല ബന്ധങ്ങളെയും ബാധിച്ചേക്കാം. ജോലികൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. വസ്തുസംബന്ധമായ തർക്കങ്ങളെ നിയമപരമായി നേരിടുന്നതിന് പകരം ചർച്ചയിലൂടെ പരിഹരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര മികച്ച ആഴ്ചയല്ല. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും പദ്ധതിയിൽ പണം നിക്ഷേപിക്കുന്നതിന് മുന്ന് നല്ലതായി ആലോചിക്കണം. ഈ ആഴ്ച നിങ്ങൾക്ക് യാത്രകൾ വന്നു ചേരുന്നതാണ്. പ്രണയ ജീവിതത്തിൽ ജാഗ്രതയോടെ മുൻപോട്ട് പോകുക. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുവാൻ നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങൾ അവഗണിക്കാതിരിക്കേണ്ടതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി രേവതി. വളരെയധികം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച നേട്ടം വന്നു ചേരുകയുള്ളൂ. നിങ്ങളുടെ ജോലികൾ മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ മൂലം മനസ്സിലെ ക്ലേശം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കണമെന്നില്ല. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. സമ്പത്തിൽ വർധനവും വന്നു ചേരും. മീനം രാശിക്കാരായ ആളുകളുടെ പ്രണയ ജീവിതവും ദാമ്പത്യവും വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.